കിട്ടുണ്ണി ഈ സംഭവം ഞാൻ വാങ്ങിക്കാനുള്ള കാരണം എന്തോന്നറിയോ? എടാ ഞാൻ വിദേശത്ത് ചെന്നപ്പോ സായിപ്പന്മാർക്ക് ഇതുണ്ടെങ്കിലേ പറ്റുള്ളൂ. നീ നോക്കിക്കോ, അവിടെ കിടക്കുന്ന എല്ലാ സായിപ്പിനെയും ഇവിടെ വിളിച്ചു വരുത്തി ഞാൻ പുഴുക്കും. നല്ല നിർത്തി ഞാൻ പുഴുക്കും. നല്ലപോലെ പൈസ ഞാൻ വാങ്ങിക്കും. നീ കണ്ടു വാങ്ങിച്ച വേറൊരു കാര്യമുണ്ട്. രത്നത്തിന്റെ പകുതി എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. പിന്നെ അധികം തരത്തില്ല. ഞാൻ ആ കഷ്ടപ്പെട്ട് കണ്ട മരുന്നെല്ലാം കണ്ടുപിടിച്ച് ഓരോ അസുഖങ്ങൾ മാറ്റുന്നതിന് എനിക്ക് കിട്ടിയതാ. അത് നിനക്ക് ഞാൻ തരത്തില്ല. നീ അതിനെ പിടിക്കുകയും വേണ്ട. 7-8 വർഷമായിട്ട് ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നതോ. എനിക്ക് രത്നത്തിന്റെ പകുതി കിട്ടിയേ പറ്റുള്ളൂ. തരത്തില്ല തരത്തില്ല തരത്തില്ല. അത് കൊള്ളാമല്ലോ. ഹലോ, വൈദ്യരാണോ? ആണോ വൈദ്യരെ, ഞാൻ കുന്നിക്കോട് നിന്ന് ഓമനക്കുട്ടനാണോ വിളിക്കുന്നത്? കണ്ടാടാ, കുന്നിക്കോട്ട് നിന്ന് സായിപ്പ് ഓമനക്കുട്ടൻ വിളി തുടങ്ങി. പറഞ്ഞാട്ടെ വൈദ്യരെ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്തുവാ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഉറക്കത്തിന്റെ അസുഖമുണ്ട്. ഉറക്കത്തിന്റെ അസുഖമോ? അതുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അയ്യോ, എന്റെ പാവം പിടിച്ച എന്റെ ഭാര്യ രാവിലെ ജോലിക്ക് പോവും, 4 മക്കളുടെ കാര്യങ്ങൾ നോക്കും. അത് മാത്രമല്ല, ഞാൻ ഉണ്ടാക്കി വെച്ച കടകൾ മൊത്തം ഇപ്പൊ അവളെ വീട്ടിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടം. എന്തെങ്കിലും മരുന്നുണ്ടോ വൈദ്യരെ? ഉണ്ട്. നീ ഒരു കാര്യം ചെയ്. നീ കാട്ടിൽ കയറിയിട്ടേ നല്ലൊരു 4 അടി നീളത്തിൽ വള്ളിച്ചൂരായിട്ട് വെട്ടിക്കൊണ്ട് വരണം. അറിയാം. അത് അരച്ച് ദേഹത്ത് തേക്കാനാണോ? അല്ലല്ല, ഇങ്ങോട്ടാ ഞാൻ ചെയ്തോളാമല്ലോ. എപ്പോഴാ വരണ്ടേ? ഒക്കെ ഇപ്പൊ തന്നെ പോര്. ഇപ്പൊ വരാം കേട്ടോ. പണിക്കും വിലക്കും പോകാത്തവൻ കിടന്നുറങ്ങിയിട്ട് മരുന്ന് വേണോ പറഞ്ഞോട്ട് അതിപ്പോ ഓർത്തെ ഒരു ഫോട്ടോ എടുത്തൊന്ന് പൊളിക്കുന്നു ഞാൻ. ഇത് ഫേസ്ബുക്കിൽ ഇടാൻ ഇഷ്ടംപോലെ ലൈക്ക് ചെയ്യാൻ മേടിക്കും. നീ കണ്ടോ? ഹലോ വൈദ്യരെ, ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പൊ ഒരു പോസ്റ്റ് കണ്ട്. വൈദ്യർക്ക് നല്ല വൈദ്യരെന്നുള്ള മൊമെന്റ് കിട്ടിയില്ലയോ? മൊമെന്റോയോ? മൊമെന്റോ അല്ലാതെ വെച്ചേ തൊട്ടാവാടി പറിച്ചായിരുന്നോ? അവിടെ കിടപ്പുണ്ട്. കിടക്കുവാന്നോ? എന്നാ ക്ഷീണിച്ചായിരിക്കും, പിന്നെ പോയി എടുത്തോളാം. വൈദ്യരെ, പുഴുക്ക എങ്ങനെയുണ്ട്? എടാ നിന്ന് പുഴുങ്ങ്, കുറച്ചുകൂടെ പുഴുങ്ങ്. ആരും പേഷ്യന്റ് വരും വരെ ഒന്ന് പുഴുങ്ങ്. വൈദ്യരെ, നമസ്കാരം. നമസ്കാരം. അയ്യോ, ഞാൻ കിളിമാനൂർ കിളിരാജൻ. ഞാൻ ഈ പക്ഷികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ ഉണ്ണിയാർച്ച ചന്തുവിന്റെ ഒക്കെ കുടുംബത്തിൽപ്പെട്ടതാണോ വൈദ്യർ? അല്ല. ഇത് തല വെട്ടി വെച്ചേക്കുന്നു. തല വെട്ടി വെച്ചേക്കും. ഇപ്പൊ 2ാമത്തെ ആയി. തല വെട്ടി വെച്ചേക്കുമല്ല, ഇതിന്റെ പേര് സ്റ്റീൽ പാത്രം. എന്തോ കിട്ടുണി? സ്റ്റീൽ പാത്രം. ജീവനുണ്ടോ? പിന്നെ ജീവയുണ്ട്, നസീർക്കായുണ്ട്, ചേട്ടനുണ്ട്, ഷാജോൻ ചേട്ടനുണ്ട്. ഇത് നിർത്തിക്കളഞ്ഞേ. ഗ്രൂമേഴ്സിന്റെ പരിപാടി അങ്ങ് പറ. ആ 5-6 മിനിറ്റ് കൊണ്ട് അതിനകത്ത് എന്തൊക്കെ പറയും. പൊന്നു വൈദ്യരെ, ഞാനിപ്പോ വന്ന കാര്യം പറയട്ടെ. പറഞ്ഞു. പക്ഷികളെ കുറിച്ച് പഠിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. ശരി. നിങ്ങള് വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വേഴാമ്പല് വെള്ളം കുടിക്കുന്ന എങ്ങനെ? മഴ വരുമ്പോ വാ കുളിച്ച് മേപ്പോട്ടിരിക്കും. വേഴാമ്പലിനെ കുറിച്ച് മാത്രമേ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ. മറ്റു പക്ഷികൾക്ക് വെള്ളം കുടിക്കണ്ടേ? പിന്നെ അത് എങ്ങനെയാ കുടിക്കുന്നെന്ന് അറിയാൻ വേണ്ടി ഞാൻ കാടുകൾ തോറും ഇങ്ങനെ കയറി ഇറങ്ങും. അത് ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യ മക്കളുണ്ട്. അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ടോ? ഞാൻ അന്വേഷിക്കാറില്ല. അതന്വേഷിക്കാറില്ല. കേട്ടടാ കിട്ടുണ്ണി, സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വെള്ളം കൊടുക്കാത്തവൻ അങ്ങാണ്ട് ഉൾക്കാട്ടി കിടക്കുന്ന കുരുവി കഞ്ഞെള്ളം കുടിച്ചോ, തത്തമ്മ ചോറുണ്ടോന്നൊക്കെ തിരക്ക് നടക്കുക. ചട്ടു കൊടുത്താൽ തലയ്ക്കൊരെണ്ണം കൊടുത്തു. നോക്കിയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട് എവിടാന്ന് പറഞ്ഞു? കൊച്ചിയിലെവിടാ? കിളിമാനൂര്. കൊച്ചിയിലെ ആണോ കിളിമാനൂർ? എനിക്ക് മാറി മാറി വർത്തമാനം പറയല് ഇഷ്ടമല്ല. കൊച്ചിയിൽ എവിടാന്നാ ചോദിച്ചേ? ഞാൻ കേട്ട കൊച്ചിയിൽ എവിടായിരുന്നു? കൊച്ചിയിൽ ഞാൻ കിളിമാനൂർക്കാനായിരുന്നു. കൊച്ചിയിലെ ഞാൻ ഇവിടെ വന്ന് കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഓ അത് ശരി. കടവന്ത്ര. 2 ലക്ഷം. എന്തുവാ കടവത്ര? അയ്യോ, കടവത്ര എന്നല്ല ഞാൻ ചോദിച്ചേ. കൊച്ചിയിൽ കടവന്ത്രയിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞത്. കടവന്ത്രയിലാണ് താമസം. ഓ അത് ശരി. ഒരു ഭാര്യ 2 മക്കളുമാണ്. മൂത്താള് പാലയിലോ? കള്ളിയങ്കാട് നീലി എന്നാണ് പേര്. മോണ്ടയോ? പാലയില. അയ്യോ, അതല്ല, പാലെന്നുള്ള പറഞ്ഞ സ്ഥലത്തില്ല. പാല. ഇളവളെ വീട്ടിലുണ്ട്. ജർമ്മനി. വിദേശത്ത് ജോലിയാ? അയ്യോ, അല്ല. നേരത്തെ പേര് പറഞ്ഞപ്പോഴേ നിങ്ങൾ കല്ലിയങ്കാട് നീലിയാണെന്ന് ചോദിച്ചില്ലയോ? അത് ഇനി ക്ലാഷ് ഇരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ പേര് പറഞ്ഞ ജർമ്മനി. അല്ല, വിഴുങ്ങൂല്ലെങ്കിൽ ഇറക്കിക്കൊണ്ട് വന്നിട്ട് കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. ഇറങ്ങുന്ന ഒഴുങ്ങിയാ മതിയാ. ഇന്നും പുഴുങ്ങുമായിരുന്നേ. എനിക്കറിയാം, അതങ്ങനെ വരും. എന്തോ ചെയ്യാൻ പറ്റും? ആരെ കാണുമ്പോഴാണ് ആദ്യം പറ. അതല്ല, ഞാനിങ്ങനെ കാറ്റിലൊക്കെ കയറി ഇറങ്ങി നടക്കുമല്ലേ, അവിടെ നടക്കുമ്പോ ഉള്ള ചൊറിച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അതിനോ? അത് നമ്മുടെ ഈന്തപ്പഴം ഇല്ലേ, നല്ല ഈന്തപ്പഴം മേടിച്ചിട്ട് 1 കിലോ മേടിച്ചോ, അതിന്റെ മാംസം എല്ലാം ഞുള്ളി പറിച്ചാൽ കളയണം കേട്ടോ. എങ്ങും ഒരു ഉറുമ്പ് പോലും തിന്നെ രാത്രി കൊണ്ടാ കളഞ്ഞിട്ട് അതിന്റെ അരി എടുക്കണം. അരി എടുത്ത് ചട്ടിയിലിട്ട് വറുത്ത് നല്ല ഇടഞ്ഞ് പൊടിയാക്കി
വെളുപ്പിനെ 4 മണിയാകുമ്പോ എനിക്ക് ചന്ദനം തൊട്ടാൽ അന്നേരം ചൊറിച്ചത് മാറും. ഇത് വല്ലാത്ത കുറച്ചിലാവുന്നല്ലോ ഇത്. ഇവിടെ വേന എടുക്കുവാണെങ്കിൽ എന്താ ചെയ്യണം? ഞാൻ എവിടെ രാജ്യത്തിൽ പോകും. അയ്യോ അതല്ല, എന്നെ ഇവിടെ വേന എടുത്താൽ ഞാൻ എന്താ ചെയ്യണം? നിങ്ങളേതോ? ആ അയ്യോ അതിന് വെളുപ്പിനെ 4 മണിക്ക് ഒരു ഗ്ലാസ് പാലെടുത്ത് കണ്ണു അടച്ച് അങ്ങ് കുടിക്കണം. അന്നേരം വേദന മാറുമോ? അതങ്ങ് മാറക്കിട്ടും. വൈദ്യരെ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടോ. എന്തുവാ? ഇവിടോട്ട് നിന്നാട്ടെ. വരച്ച വരയിലൊക്കെ നിർത്താറായോ നീ? അതിനല്ലെന്ന്, ഈ നെടുമങ്ങാടുള്ള ഒരു സാബുവിനെ അറിയാമോ? നെടുമങ്ങാട് സാബു? ഇല്ല, എനിക്കറിയത്തില്ല. ആരാ? അല്ല എനിക്കും അറിയത്തില്ല. കുറച്ചു നേരം ഇവിടെ ഒരു ലാഗ് അടിച്ചതുപോലെ, അപ്പൊ അതിന് ചുമ്മാ എന്ന് പറഞ്ഞത്. തല്ലിക്കൊള്ളാറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വന്നേ, ഞാൻ ഒരു കാര്യം കാണിക്കാം. അതെന്തോ? കഴിഞ്ഞ ദിവസം ഞാൻ വനത്തിൽ പോയപ്പോൾ ഒരു പുഴയിലിരുന്ന് ഒരു കിളി ഇരുന്ന് കുളിക്കുന്നു. അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ അത് യൂട്യൂബിൽ ഇടും. സമൂഹക്കാരെ മൊത്തം ഞാൻ ഇത് കാണിക്കുന്നത്. ഇവൻ മനുഷ്യനാണോ ഇവൻ? എന്തോ നാണം കേട്ട പരിപാടിയാടാ ചെയ്തത്. എടാ കിളി ഇനി ആ സമൂഹത്തിൽ എങ്ങനെ ഇറങ്ങി നടക്കും? അത് മറ്റേ കിളികളുടെ മുഖത്ത് അതെങ്ങനെ നോക്കും? എങ്ങനെ സമൂഹത്ത് അത് പറന്ന് നടക്കും? അത് മറ്റു കിളികളെ നോക്കണ്ടേ? എന്തു കുടുംബമായിട്ട് ജീവിക്കുന്നില്ലേ അത്? മറ്റു കിളികൾ വല്ല അറിഞ്ഞാണ്ടല്ലോ. വൈദ്യരെ ആ പപ്പായ ഉണ്ട്. അന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്. രാവിലെ പപ്പായ വിളിച്ചോണ്ട് നീ ഇങ്ങോട്ടേക്ക് പോര്. അതല്ലെന്ന്, പപ്പായ ഉണ്ട്. ഇതെടുത്ത് നമുക്ക് മരുന്നിനകത്ത് ചേർക്കണ്ടേ? അത് ചേർക്കണം. ഇത് കൊത്തിരി ചേർക്കാനുള്ളത് അവിടെ വെച്ചേ. വൈദ്യരെ, ഞാൻ ഒരു കാര്യം വന്നപ്പോ മുതൽ ചോദിക്കണമെന്ന് വിചാരിച്ചാ. പല വൈദ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വല്ലാത്ത വേഷം കെട്ടായി പോലല്ലോ. അയ്യോ അതൊരു സംഭവമാണ്. എന്തുവാ? എനിക്കൊരു ഒരു ഉന്മേഷക്കുറവ്, ഒരു ചാടി എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനൊരു വിദേശത്ത് ചികിത്സയ്ക്ക് പോയി. എന്താ ചികിത്സയ്ക്കാ പോയെ? കങ്കാരുവില്ലേ, ഓസ്ട്രേലിയ, അവിടെ പോയത്. അപ്പൊ എനിക്ക് ചാടി എനിക്കൊരു ഉന്മേഷമില്ലല്ലോ. അപ്പൊ അവരെന്താ ഒരു ചികിത്സ കങ്കാരുവിന്റെ സഞ്ചിക്കകത്ത് നമ്മളെ കയറ്റിയിരുത്തും. എന്നിട്ട് കങ്കാരനെ അടിക്കും. കങ്കാർ ഒറ്റോട്ടമല്ലയോ. നമ്മളിങ്ങനെ സഞ്ചി കിടന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ചോദിച്ചോ 1 മണിക്കൂർ കണ്ടുണ്ടോ ആ യാത്ര. അങ്ങനെ സഞ്ചരിച്ചിട്ടേ അങ്ങനെ തെറിച്ചു വീണു. എത്രയോ പേര് തലതിൽ ചത്തേക്കുന്നു. അതൊരു നാക്കായിരിക്കുന്നേ. എനിക്കതറിയാം. ഞാൻ അങ്ങനെ പിടിച്ചിരുന്ന് ഇപ്പൊ എന്തോ ഉന്മേഷം അറിയോ. അപ്പൊ വീട്ടിൽ ചെന്നപ്പോ പെണ്ണുമ്പിള്ള എന്ന് പറയാ, ഈ എടുത്തിയാട്ടം കൊള്ളത്തില്ല. ഞാൻ ചാടും. അത് കൊള്ളാം, നല്ല. അതിനാ പോയത്. അല്ല ഇതേ ഇതിനകത്തുള്ള ചികിത്സയെ കുറിച്ച് ഒന്ന് പറയാമോ? ഇതിന്റെ ചികിത്സ ഇതിനെ പുഴുക്ക് വല്യോ? ആണോ? ഒന്ന് കാണിച്ചു തരുമോ? ഞാനോ? പിന്നെ ഞാൻ കയറാനോ? വൈദ്യം കയറ്. ഞാൻ കയറാം. ഞാൻ തുറന്നേരേ. ലോക്ക് എടുക്കല്. ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാല് പുഴുങ്ങുന്നുണ്ടോ? കണ്ട്. ഇതിന്റെ നമ്മുടെ ശരീരത്തുള്ള എല്ലാ അസുഖങ്ങളും ഇതിനകത്തൊന്നും മാറിക്കിട്ടും. അപ്പൊ വൈദ്യരെ, ഞാൻ വൈദ്യരത്തെ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്താണ്? ഞാൻ കിളിമാനൂർ കിളിരാജനാണെന്ന്. എന്നാ ഞാൻ കിളിമാനൂർ കിളിരാജനല്ല. പിന്നാരാ? ഞാന് നിങ്ങളുടെ കൈ വൈദ്യരക്തം ഉണ്ടെന്ന് പറഞ്ഞില്ലയോ, അത് കൈക്കലാക്കാൻ വന്ന ആളാ. പെട്ടെന്ന് ആ വൈദ്യരക്തം എടുക്ക് വൈദ്യരെ. തരത്തില്ല നിജമാര് കിട്ടുന്നില്ലേ? വേണം അടിയണോ വിറകെടുത്ത്? എന്തോ പറഞ്ഞത്? വൈദ്യരക്തം വേണോ? വൈദ്യരക്തം വേണമെന്നല്ലേ? ഇപ്പൊ തന്നെ ഞാൻ കീച്ചും. ഞാൻ നോക്കട്ടുണ്ണി കിട്ടൂ. ആണ്ട കിടക്കുന്നു. ഞാൻ വെടിയുണ്ടായിരുന്നോ അവിടെ ഇരുന്നേ? എന്റെ പൊന്നെ, ഞാൻ നടത്തുമ്പോ വയറുവേദന വന്നു അരച്ചെടുത്ത് കൊടുത്തു. ചുമ്മാ അല്ല, അവൻ ബുള്ളറ്റ് പോലെ പോയെ. അത് പറ, ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചെയ്യാൻ പറ്റത്തില്ലയോ? മര്യാദക്ക് ഞങ്ങൾക്ക് ആ രക്തം തരണം. വേണോ? ഞാൻ തരാം. ഇത് തുറക്ക എന്നെ തുറന്നു വിട്. തരാം, തീർച്ചയായിട്ടും ഞാൻ തരാം. ഞാൻ പറയാം, തരാമല്ലോ. സംഭവം നിങ്ങൾ ചോദിക്കുന്നതേ ഇതല്ലയോ? ഇത് കണ്ടോ? സർട്ടിഫിക്കറ്റ് അല്ലടാ, ആ വൈദ്യരക്തം മേടിച്ച ബില്ല്. വൈദ്യരക്തം എന്താ? എടാ പൊട്ടന്മാരെ, ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ബഹുമതിയായത്. ആണോ? സർട്ടിഫിക്കറ്റ്. എന്നാ ഞങ്ങൾക്ക് അത് മതി. അതിന്റെ ഇതെങ്കിലും ഞങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ. എടാ അതിനിട്ട് പിടിക്കാടാ. ഇതെങ്ങനെയാലും നിർത്താൻ നോക്കുമ്പോ പിന്നെ അത് പിടിച്ചു കയറുവാന്നോ? പോകണ്ടേ? പിന്നെ പോകണ്ടേ? നിർത്ത്.